ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഭഗവത് പാദങ്ങളിലും അമ്മയുടെ പാതാരബിന്ദങ്ങളിലും അനന്തകോടി പ്രണാമം. ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയിൽ മഹാഗുരുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളെ നാം കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും രാവിലെയും സന്ധ്യയ്ക്കുമൊക്കെ വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യാറുള്ളവരാണ്. പ്രധാനമായും ഗുരുദേവ കൃതികളെയാണ് നാം ആശ്രയിക്കാറുള്ളത്. ഗുരുവിന്റെ പലതരത്തിലുള്ള കീർത്തനങ്ങൾ അല്ലെങ്കിൽ കൃതികളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ മഹാഗുരുവിന്റെ കൃതികളെ നമുക്ക് സ്തോത്ര കൃതികളെന്നും ദാർശനിക കൃതികളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഈ സ്തോത്ര കൃതികൾ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമൊക്കെ മഹാഗുരു രചിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്കൃത സ്തോത്രകൃതികൾ ഏറിയ കൂറും രചിച്ചിട്ടുള്ളത് വാരണപ്പള്ളിയിൽ തറവാട്ടിൽ വെച്ചും അവധൂത കാലത്തും അതിനു മുമ്പും ഒക്കെയാണ്. ഭാഷാസ്തോത്രങ്ങളിലേക്ക് വരുമ്പോൾ ഗുരു കൂടുതൽ ഗൗരവമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ശിവഭഗവാനെയും സുബ്രഹ്മണ്യ ഭഗവാനെയും മറ്റ് ദേവീദേവന്മാരെയെല്ലാം സ്തുതിക്കുന്ന, വിനായകനെ സ്തുതിക്കുന്ന പലതരത്തിലുള്ള കൃതികളാണ് ഗുരു നമുക്ക് നൽകിയിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, രാജസ താമസ വെച്ചാരാധനകളൊക്കെ നടന്നിരുന്ന ഈ കേരള കരയെ മുഴുവനും സ്വാത്വികമായ ഒരു ഈശ്വരാരാധന സമ്പ്രദായത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് മഹാഗുരുവാണ്. കൈപിടിച്ചു കൊണ്ടുവരിക മാത്രമല്ല മഹാഗുരു ചെയ്തത്, ഓരോ ഈശ്വരനെയും എപ്രകാരം പ്രാർത്ഥിക്കണം, എപ്രകാരം പൂജിക്കണം, എപ്രകാരം അഭിസംബോധന ചെയ്യണമെന്നൊക്കെ ഗുരു നമ്മെ പഠിപ്പിച്ചു. ആദ്യമായി അരുവിപ്പുറത്ത് നമുക്ക് ശിവപ്രതിഷ്ഠ നൽകി ഗുരു. അതിനു മുൻപ് ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിച്ചിരുന്നതാനും. അപ്പോൾ നമുക്ക് അരുവിപ്പുറത്ത് ഗുരു ഒരു ശിവനെ നൽകി. ആ ശിവഭഗവാനെ സ്വാതന്ത്ര്യത്തോടുകൂടി ശിവാന്നും ശങ്കരാന്നും ശംഭോന്നും ഒക്കെ വിളിക്കുവാൻ നമുക്ക് അവസരവും നൽകി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ഗുരു എപ്പോഴും നമുക്ക് നൽകിയിരിക്കുന്ന കൃതികൾ എന്ന് പറയുന്നത് രത്നമാലയ്ക്ക് സമമാണ്. ഓരോ കൃതികൾക്കും ഓരോ അർത്ഥതലങ്ങളാണുള്ളത്. ഓരോ ദേവീദേവന്മാരെയും സ്തുതിക്കുവാനും അവരെ ഓർത്ത് ആലപിക്കാനും ഒക്കെയുള്ള അവസരം ഈ കൃതിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്കൃത സ്തോത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിനായകാഷ്ടകം. നമുക്കറിയാം, ഗണപതി ഭഗവാനെ സ്തുതിക്കുന്ന 8 പദ്യങ്ങൾ അടങ്ങുന്ന സംസ്കൃതത്തിലുള്ള ഈ സ്തോത്രം എഴുതിയിരിക്കുന്നത് 1884 നമുക്കറിയാമല്ലോ, മാടൻ കരിങ്കാളി, അതുപോലെ തന്നെ മറുത, ഇവരെയൊക്കെ മാറ്റി ശിവനെയും മറ്റു പ്രതിഷ്ഠിച്ചത് ആര്യവത്കരണം എന്നും ധരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. കേരളീയരുടെ തനതും അതുപോലെ തന്നെ പാരമ്പര്യവും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതാണ് ഗുരു ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് മഹാഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിനായകനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിനായകാഷ്ടകം ഗുരു നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. അടുത്തത് ഗുഹാഷ്ടകമാണ്. നമുക്കറിയാം, ദേവനാഥനായ ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇതും 1884 ഗുരു രചിക്കുന്നത്. ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ്. അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ ഗുഹനം ചെയ്യുന്നവൻ എന്നൊരർത്ഥത്തിലാണ് സുബ്രഹ്മണ്യ ഭഗവാനെ ഗുഹൻ എന്ന് വിളിക്കുന്നത് നമുക്കറിയാവുന്നതാണ്, അല്ലേ? അപ്പോൾ കുന്നുംപാറ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഗുരു സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ പലതും എഴുതിയിരിക്കുന്നത്. ബാഹുലേഷ്ടകമാണ് അടുത്തതായി. ഇതും സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിക്കുന്ന തന്ത്രശാസ്ത്ര പ്രധാനമായ ഒരു കൃതിയാണ്. അടുത്തത് ചിദംബരാഷ്ടകമാണ്. ഗുരുവിന്റെ ചിദംബരാഷ്ടകത്തിന് ശങ്കരാചാര്യരുടെ ലിംഗാഷ്ടകത്തിനോട് വളരെ സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. ശിവസ്തുതിയാണ് അതും. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളിലെല്ലാം ഏകദേശം ഒരു 1884-85 കാലത്തൊക്കെ ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചിദംബരസ്വാമി നമ്മെ രക്ഷിക്കുമാറാകട്ടെ എന്ന ഒരു രീതിയിൽ 8 പദ്യങ്ങളുടെ ഘടന വരുന്നുണ്ട്. ലിംഗം എന്നാൽ അടയാളം, സൂചകം, പ്രതീകം എന്നൊക്കെയാണ് അർത്ഥം.
അപ്പോൾ ഇത് ശങ്കരാചാര്യരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മഹാഗുരുവിനും ഇതുപോലെ തന്നെ ശിവഭഗവാനോട് വല്ലാത്തൊരു ഭക്തി ഉള്ളതുകൊണ്ടാണ് ചിദംബരാഷ്ടകം ഇത്ര ഭംഗിയായി ഗുരു രചിച്ചിരിക്കുന്നത്. അടുത്തത് നാം അനുദിനം പാരായണത്തിന് ഉപയോഗിക്കുന്ന ഭദ്രകാളിഷ്ടകമാണ്. ഭദ്രകാളിയെ ഗുരു ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതായി നമുക്കറിവില്ല. എന്നാൽ ഒരു ദുഷ്ടനിഗ്രഹ ശക്തി എന്നൊരു സങ്കല്പമാണ് ഭദ്രകാളിക്കുള്ളത്. അപ്പോൾ സാധാരണ ദേവിയുടേത് രൗദ്രഭാവമാണ്, ശാന്തഭാവമാണ്. അപ്പോൾ ഗുരുവാകട്ടെ ദേവിയുടെ ഒരു പ്രേമനിർഭരമായ രൂപം അവതരിപ്പിച്ചതിനു മേലാണ് രൗദ്രഭാവത്തെ അവതരിപ്പിക്കുന്നത്. ഭദ്രകാളിഷ്ടകം പഠിക്കുമ്പോൾ നമുക്കറിയാം ശിവപാർവതിമാരുടെ ആ ഒരു പ്രേമ സമയമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രേമത്തോടെ കൂടിയുള്ള ആ ഒരു ജീവിതമാണ് തീർച്ചയായിട്ടും മഹാഗുരു ഈ ഭദ്രകാളിഷ്ടത്തിലൂടെ നമുക്ക് കാണിക്കുന്ന ഒരു ദേവീ വർണ്ണന നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അടുത്തത് ഷാൺമാധുര സ്തവമാണ്. ഇതും ഒരു സുബ്രഹ്മണ്യ സ്തുതിയാണ്. 9 ശ്ലോകങ്ങളാണ് ഈ സ്തോത്രത്തിലുമുള്ളത്. നമുക്കറിയാം 6 അമ്മമാർ ഉള്ളവനാണ് ഷാൺമാധുരൻ. ശിവബീജം അഗ്നിയും ഗംഗയും തള്ളിക്കളഞ്ഞപ്പോൾ ശരവണക്കാട്ടിലെത്തി അവിടെ വെച്ച് സുബ്രഹ്മണ്യൻ ജനിച്ചു. അപ്പോൾ 6 കൃത്രികകൾ കുഞ്ഞിന് പാലൂട്ടി. അപ്പം 6 അമ്മമാരെയും ഒരേ സമയത്ത് പ്രീണിപ്പിക്കുവാൻ സുബ്രഹ്മണ്യൻ ഷൺമുഖനായി. സുബ്രഹ്മണ്യ പത്നിയായ വള്ളിയുടെയും അതുപോലെ തന്നെ ദേവസേനയെയും സ്തുതിക്കുന്ന ശ്ലോകവും ഒക്കെ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് വിഷ്ണുഷ്ടകമാണ്. നമുക്കറിയാം വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നതിന് വേണ്ടി വളരെ ലളിതവും വളരെ മനോഹരവുമായ രീതിയിലാണ് ഗുരു ഈ കൃതി രചിച്ചിരിക്കുന്നത്. 1877 അനുബന്ധിച്ചാണ് ഗുരു ഇത് രചിച്ചിരിക്കുന്നത്. വാസുദേവാഷ്ടകം ഇതുപോലെ തന്നെ ഒരെണ്ണമാണ്. വിഷ്ണു സ്തോത്രം തന്നെയാണ്. വളരെ ഗംഭീരമായി തന്നെ ഗുരുവിന്റെ ആദ്യകാല കൃതികളുടെ ഒരു കൃതികളിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണിത്. ഹോമമന്ത്രം നമുക്കറിയാം പൂർണ്ണമായും സംസ്കൃത രൂപത്തിലുള്ള ഈ ഒരു മന്ത്രം നാം എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ആലപിച്ചിടാറുള്ളതാണ്. വാസുദേവാഷ്ടകം, ഹോമമന്ത്രം, വിഷ്ണുഷ്ടകം ഇതൊക്കെ നമ്മുടെ ഗുരുവിന്റെ ഈ ഒരു സംസ്കൃത രൂപത്തിലുള്ള കൃതിയിൽ ഉൾപ്പെടുന്നതാണ്. മലയാള സ്തോത്രങ്ങളിലേക്ക് വന്നാല് വളരെ ആ ആ ഈ തുടങ്ങിയ സ്വരങ്ങൾ ആരംഭിക്കുന്ന 19 ശ്ലോകങ്ങൾ കൊണ്ട് വളരെ രസകരമായ രീതിയിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ കേശാദിപാദസ്തുതി ലഭിച്ചിരിക്കുന്ന വളരെ വളരെ ഗംഭീരമായ ഒരു കൃതിയാണ് ഷൺമുഖ സ്തോത്രം എന്ന് പറയുന്നത്. ഷൺമുഖ ദശകത്തിലും സുബ്രഹ്മണ്യന്റെ കേശാദിപാദ വർണ്ണനയാണ് ഗുരു നൽകിയിരിക്കുന്നത്. അടുത്തത് നവമഞ്ജരിയാണ്. സുബ്രഹ്മണ്യ സ്തോത്രം തന്നെയാണ്. 9 ശ്ലോകങ്ങളാണ് ഇതിലും അടങ്ങിയിരിക്കുന്നത്. ശ്ലോകങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ നാരായണ കൃതമഞ്ജരി എന്ന് നമുക്ക് കിട്ടും. നാരായണ കൃതമഞ്ജരി. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടാവാം ഒരു പക്ഷെ തമിഴ് പ്രയോഗങ്ങളും ലുപ്തപ്രചാരങ്ങളായ പദങ്ങളും ഒക്കെ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേവീസ്തവം നമുക്കറിയാം 10 പദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രാചീന പദപ്രയോഗ ബാഹുല്യം കൊണ്ട് വളരെ അർത്ഥം തുളുമ്പുന്ന ഒരു കൃതി തന്നെയാണ് ദേവീസ്തവം എന്ന് പറയുന്നത്. മണ്ണന്തല ദേവീസ്തവമാണ് അടുത്തത്. 1889 കാലഘട്ടങ്ങളിലാണ് ഗുരു ഇത് രചിക്കുന്നത്. മണ്ണന്തലയിൽ, അതായത് ഗുരു തിരുവനന്തപുരത്തിന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററുള്ള കിഴക്കുള്ള മണ്ണന്തലയിൽ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ ഗുരു ദേവി പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ദേവിയെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും ദേവീസ്തവം, മണ്ണന്തല ദേവീസ്തവം നമുക്കായി രചിച്ചു തന്നിരിക്കുന്നത്. അടുത്തത് കാളി നാടകമാണ്. ഒരുപാട് പഠനങ്ങൾ കാളി നാടകത്തിനെ കുറിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം കാളി സ്തോത്രമാണ് ഈ കൃതി. അതുപോലെ ഇക്ഷുദണ്ഡിക എന്നൊരു വൃത്തത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകമാണ് ഇവിടെ കാളിയായി ഗുരു സങ്കല്പിച്ചിരിക്കുന്നത്. വളരെയധികം വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് കാളി നാടകം എന്ന് പറയുന്നത്. ജവനനി നവരത്ന മഞ്ജരിയാണ്. നമുക്കറിയാം നമുക്കൊക്കെ വിദ്യ നൽകുന്ന വിദ്യാദേവിയായിട്ടുള്ള അമ്മ ശാരദാംബയെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി അല്ലെ. നമുക്കറിയാം ഈ മഞ്ജരിയിൽ ഗുരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നവരത്നമാലയാണ്, 9 പദ്യങ്ങൾ അടങ്ങുന്ന. അപ്പോൾ 1909 ശാരദാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് തറക്കല്ലിട്ട ശേഷമാണ് ഗുരു ഇത് രചിക്കുന്നത്. 9 പദ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മധുരവും ശാന്തഗംഭീരവുമാണ് ഈ കൃതിയെന്ന് കുമാരനാശാൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ നമുക്കറിയാം ജനനിക്ക് അർപ്പിക്കുന്ന 9 പദ്യങ്ങളടങ്ങുന്ന ഒരു പൂങ്കുല എന്ന അർത്ഥത്തിലാണ് ജനനി നിവൃത്തമഞ്ജരി എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ കാലങ്ങളായിട്ട് നമുക്ക് അറിവുള്ളതാണ്. അനുദിന പാരായണത്തിനും അതുപോലെ തന്നെ വിദ്യാദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനുമൊക്കെ ഈ ജനനി നിവൃത്തമഞ്ജരി നമ്മളെ വളരെയധികം സഹായിക്കും. ശിവസ്തോത്രങ്ങളിലേക്ക് നമുക്ക് കടന്നാല് ദ്രാവിഡ ദേവതയാണല്ലോ അല്ലെങ്കിൽ ദേവനാണല്ലോ ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ ശിവനെക്കുറിച്ച് ഒരു സ്തോത്രമെങ്കിലും വേദങ്ങളിലില്ല. പക്ഷേ വേദകാലത്തിന് ശേഷം ദക്ഷിണേന്ത്യയിലേക്ക് ആര്യന്മാർ വന്നതോടുകൂടി ശിവഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും അതുപോലെ തന്നെ ശിവസ്തോത്രങ്ങളുടെ ഒരു പ്രചരണവും ഒക്കെ ഒരുപാട് കൂടുകയുണ്ടായി. അപ്പോൾ ശിവനെ പറ്റിയുള്ള ഗുരുവിന്റെ ഒരുപാട് കൃതികളും നമുക്കറിവുള്ളതാണ്. മലയാളത്തിൽ ഏതാണ്ട് ഒരു 12 എണ്ണമുണ്ട്. സംസ്കൃതത്തിൽ ഒന്നാണ്. അതാണ് ചിദംബരാഷ്ടകം. തമിഴിലും ഒന്നുണ്ട്. അതാണ് തേവാര പതികങ്ങൾ. അത് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു. അതിന്റെ കാരണങ്ങളുമൊക്കെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നതാണ്. അതുപോലെ തന്നെ ശിവശതകം, സ്വാനുഭവഗീതി, ശിവപ്രസാദ പഞ്ചകം, അർദ്ധനാരീശ്വര സ്തവം, ശിവസ്തവം, സദാശിവദർശനം, കൊലതിരേശസ്തവം, പിണ്ടനന്ദി, ഇന്ദ്രിയവൈരാഗ്യം, ചിഞ്ചട ചിന്തനം, മനനാതീതം, കുണ്ടലിനിപ്പാട്ട് ഇവയൊക്കെ മലയാളത്തിൽ മഹാഗുരു രചിച്ചതാണ് ശിവസ്തോത്രങ്ങളാണ്. അതുപോലെ തന്നെ ലോകമത അല്ലെങ്കിൽ സർവമത പ്രാർത്ഥനയായി അംഗീകരിച്ചിരിക്കുന്ന ദൈവദശകം ഗുരു 1914 കാലഘട്ടങ്ങളിൽ ശിവഗിരിയിലെ അന്തേവാസികളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആലുവ അദ്വൈതാശ്രമത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ടും രചിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന പല ആളുകളും ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ദൈവദശകം നാം അനുദിനം ചൊല്ലാറുള്ള ഒരു 10 വരികൾ അല്ലെങ്കിൽ 10 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ദൈവദശകം അത് മഹാഗുരുവിന്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ ജനതയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവിന്റെ ദാർശനിക കൃതികളായിട്ടുള്ള ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം എന്താണ് ആത്മോപദേശ ശതകത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ലാത്തതല്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ അതിന്റെ ഒരു വലിയ അവലോകനം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥവും ഓരോ പഠിതാക്കളും വളരെ ഗംഭീരമായി നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അതൊരു പഠന വിഷയമായി തിരഞ്ഞെടുത്താൽ ആത്മോപദേശ ശതകം 100 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സാധാരണക്കാർക്കും അദ്വൈത തത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു രചിച്ച് നൽകിയിരിക്കുന്നതാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദർശനമാല സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത്. വേദാന്ത സംബന്ധമായിട്ടുള്ള ഒരു കൃതിയാണ്. അനുഷ്ഠുപ്പ് വൃത്തത്തിലുള്ള 10 ശ്ലോകങ്ങൾ വീതമുള്ള 10 അധ്യായങ്ങൾ പോലെ അല്ലെങ്കിൽ 10 ഭാഗങ്ങൾ പോലെ ദർശനമാല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജാതി നിർണയം അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കൃതിയാണ്. നമുക്കറിയാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലിതിൽ എന്ന് ഗുരു നൽകിയ ഒരു മഹാസന്ദേശം അതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അല്ലെങ്കിൽ എല്ലാ ജെൻഡറിൽ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗക്കാരും തുല്യത തുല്യത ഉള്ളവരാണ് അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ തുല്യമായ സ്ഥാനം നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൃതിയാണ് ജാതി നിർണയം. ഗുരുവിന്റെ പലതരത്തിലുള്ള ഈ സ്തോത്രകൃതികളായിക്കോട്ടെ അല്ലെങ്കിൽ ദാർശനിക കൃതികളായിക്കോട്ടെ ഗദ്യപ്രാർത്ഥനകളായിക്കോട്ടെ തർജ്ജമകളായിക്കോട്ടെ വേദാന്ത കീർത്തനങ്ങളായിക്കോട്ടെ ഇവയെല്ലാം നമുക്ക് വേണ്ടി ഗുരു രചിച്ചു തന്നിരിക്കുന്നവയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 കാറ്റഗറികൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളുമായി സംസാരിച്ചിട്ടുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഈ ഗുരുദേവ കൃതികൾ എല്ലാം തന്നെ ഒരുവിധം അറിയാം. എല്ലാവരും അതിൽ പരിചിതരുമാണ്. അനുദിനം ഗ്രൂപ്പിൽ പാരായണം ഉള്ളവരുമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഗുരുദേവ കൃതികളുടെ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്തേ.